സോ ഗുഡ് മോർണിംഗ്. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. വാട്ട് ഈസ് കൺട്രോൾ സിസ്റ്റം പാർട്ട് 9 വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ടു ഡ്രോ ദ ബോഡി പ്ലോട്ട്, പോളാർ പ്ലോട്ട്, നിക്വിസ്റ്റ് പ്ലോട്ട്, റൂട്ട് ലോക്കസ് വിച്ച് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് പ്രിഫർഡ്. ഇറ്റ്സ് വെരി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് പോളാർ പ്ലോട്ട്, നിക്വിസ്റ്റ് പ്ലോട്ട് അങ്ങനെ നമ്മളുടെ സ്റ്റെബിലിറ്റി അനാലിസിസ് അസൈൻ ചെയ്യുന്ന പ്ലോട്ടുകൾ അല്ലെ, അതായത് ബോഡി പ്ലോട്ട്, പോളാർ പ്ലോട്ട്, നിക്വിസ്റ്റ് പ്ലോട്ട്, റൂട്ട് ലോക്കസ്, അതിനൊക്കെ നമ്മൾ ഏത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്? ഏതായിരിക്കും വരിക? ഓപ്ഷൻസ് നോക്കി. ഓപ്പൺ ലൂപ്പ് ഉണ്ട്, ക്ലോസ് ലൂപ്പ് ഉണ്ട്, ബോത്ത് ഉണ്ട്, ഏതർ എ ഓർ ബി. നമ്മൾ പ്രിഫർ ചെയ്യുന്നതായിരിക്കും വരിക. പ്രിഫറിംഗ് ദ പ്രിഫറിംഗ് ദ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. നമ്മൾ പ്രിഫർ ചെയ്യുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. എന്നിട്ട് നമ്മൾ സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കുന്നതായിരിക്കും ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ സ്റ്റെബിലിറ്റി ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഇവിടെ ഓർത്ത് വയ്ക്കുക, നമ്മൾ പ്രിഫർ ചെയ്യുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓർത്ത് വയ്ക്കുക, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. So for analyzing body plot, to draw body plot, polar plot, niquist and root locus, we prefer open loop transfer function. അത് ആ പോയിന്റ് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം നമുക്ക്. സോ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ബോഡി പ്ലോട്ട് ആണ്. എന്താണ് ബോഡി പ്ലോട്ട് എന്ന് പറയുന്നത്? അപ്പൊ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആവശ്യമില്ല, പക്ഷെ അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ബോഡി പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി പ്ലോട്ടിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ആരൊക്കെയാണ്? വൺ ഈസ് മാഗ്നറ്റിക് പ്ലോട്ട്, മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് അല്ലെ, മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് എന്തായിരിക്കും? ഫേസ് പ്ലോട്ട് ആണ് അല്ലെ. മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ആൻഡ് ഫേസ് പ്ലോട്ട്. മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ആരായിരിക്കും വരിക? മാഗ്നിറ്റ്യൂഡ് ഇറ്റ് ഈസ് ഡ്രോൺ ബിറ്റ്വീൻ മാഗ്നിറ്റ്യൂഡ് വേഴ്സസ് ഫ്രീക്വൻസി അല്ലെ, മാഗ്നിറ്റ്യൂഡ് വേഴ്സസ് ഫ്രീക്വൻസി. ആൻഡ് ഫേസ് പ്ലോട്ട് ഇറ്റ് ഈസ് ഡ്രോൺ ബിറ്റ്വീൻ എന്തായിരിക്കും? ഫേസ് ആംഗിൾ ഇൻ ഡിഗ്രി അല്ലെ, ഫേസ് ആംഗിൾ ഇൻ ഡിഗ്രി വേഴ്സസ് ഒമേഗ, ഫേസ് ആംഗിൾ ഡിഗ്രി വേഴ്സസ് ഒമേഗ. അപ്പോ എന്താണ് ബോഡി പ്ലോട്ട് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ടെക്നിക് യൂസ്ഡ് ടു ഡിസൈൻ ഇൻ പ്രാക്ടിക്കൽ അല്ലെ. അതായത് നമുക്ക് പുതിയതായിട്ട് ഒരു സിസ്റ്റം നമുക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ ബോഡി പ്ലോട്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് വളരെ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ബോഡി പ്ലോട്ട് ഈസ് വാലിഡ് ഓൺലി ഫോർ മിനിമം ഫേസ് സിസ്റ്റം. ഓർത്ത് വയ്ക്കുക, നമ്മൾ എന്താണെന്നുള്ള കാര്യം മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. സോ ബോഡി പ്ലോട്ട് ഈസ് വാലിഡ് ഓൺലി ഫോർ ബോഡി പ്ലോട്ട് is valid only for options പലതുണ്ടാവും. ഓർത്ത് വയ്ക്കുക, ഇറ്റ്സ് വാലിഡ് ഓൺലി ഫോർ മിനിമം ഫേസ് സിസ്റ്റം. മിനിമം ഫേസ് സിസ്റ്റം അതെന്താണെന്ന് നമുക്ക് കാര്യം സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഡിറ്റർമിൻ ചെയ്യും, നമ്മൾ അത് സംസാരിക്കുന്നതിനെ പറ്റിയിട്ട്. സോ ഓർത്ത് വയ്ക്കുക, ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ബോഡി പ്ലോട്ട് ഈസ് വാലിഡ് ഓൺലി ഫോർ മിനിമം ഫേസ് സിസ്റ്റം. ഒരുപാട് തവണ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തായിരിക്കും? നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് എസ് ഈസ് ഈക്വൽ ടു ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ എന്തായിരിക്കും വരിക? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. എങ്ങനെ ആയിരിക്കും? മാഗ്നിറ്റ്യൂഡ് എം ഈസ് ഈക്വൽ ടു 20 ലോഗ് സ്ക്വയർ റൂട്ട് ഓഫ് റിയൽ പാർട്ട് അല്ലെ, റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് ദ ഹോൾ സ്ക്വയർ ആണ്. പിന്നെ എന്തായിരിക്കും വരിക? ഫൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് റിയൽ ബി ബൈ എ, ദാറ്റ് ഈസ് ഇമാജിനറി പാർട്ട് ഡിവൈഡ് ബൈ റിയൽ പാർട്ട് ഇൻ ഡിഗ്രി. സോ ഇതാണ് നമ്മുടെ ബോഡി പ്ലോട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്ന കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും വരിക? ആൻഡ് ആൾസോ ദെൻ ഫസ്റ്റ് നമ്മൾ എസ് ഈക്വൽ ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു, ഫേസ് കണ്ടുപിടിച്ചു. പിന്നെ എന്തായിരിക്കും വരിക? സ്ലോപ്പ് കണ്ടുപിടിക്കുക അല്ലെ. ദെൻ വി ഹാവ് ഫോർത്ത് സ്റ്റെപ്പ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് ദ സ്ലോപ്പ്. ഇത്രയും ഈ 4 സ്റ്റെപ്പും നമുക്ക് ബോഡി പ്ലോട്ട് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്ന 4 പോയിന്റ്സ് ആണ്. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു പോയിന്റ് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഡ്രോ ദ ബോഡി പ്ലോട്ട് ഫോർ എസ് ഈസ് ഈക്വൽ ടു 1 by s plus 2 അല്ലെ. 1 by s plus 2ന്റെ ബോഡി പ്ലോട്ട് എങ്ങനെ ആയിരിക്കും നമുക്ക് വരയ്ക്കുക? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് നമ്മൾ പുട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് എസ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ജെ ഒമേഗ അല്ലെ. therefore g of j omega is equal to എന്തായിരിക്കും വരിക? that is g of j omega is equal to 1 by j omega plus 2. g of s ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആയ സബ്സ്റ്റിറ്റ്യൂട്ട് എസ് ഈസ് ഈക്വൽ ടു ജെ ഒമേഗ. പിന്നെ എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. മാഗ്നിറ്റ്യൂഡ് m is equal to 20 log 1 by ഉണ്ടല്ലോ, 1 by square root of 2 square real part square plus imaginary part square omega square, that is equal to that is minus 20 log square root of 2 square plus omega square നമുക്ക് കിട്ടും അല്ലെ. minus 20 log 2 square plus omega square നമുക്ക് കിട്ടും. അടുത്തായിരിക്കും വരിക. അപ്പം ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാഗ്നിറ്റ്യൂഡും നമുക്ക് ഫേസ് ആംഗിളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ഇനി നമ്മൾ നോക്കിയേ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതായിരിക്കും ബോഡി പ്ലോട്ട് ഫോർ g of h is equal to k. ഡ്രോ ദ ബോഡി പ്ലോട്ട് ഫോർ g of h is equal to k എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും നമുക്ക് എഴുതാൻ പറ്റുക? therefore m is equal to എന്തായിരിക്കും? m is equal to 20 log g of ഫസ്റ്റ് കേസ് g of s അല്ല, s ഇല്ല, നമുക്ക് j omega
എസ് ഈസ് ഈക്വൽ ടു ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവുക. എം ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ 20 ലോഗ് സ്ക്വയർ റൂട്ട് ഓഫ് റിയൽ പാർട്ട് കെ മാത്രമേ ഉള്ളൂ, ഇമാജിനറി പാർട്ട് 0 ആണ്. ചിലപ്പോൾ 20 ലോഗ് കെ എന്ന് കിട്ടും അല്ലേ. therefore മാഗ്നിറ്റ്യൂഡ് എം ഈസ് ഈക്വൽ ടു 20 ലോഗ് കെ എന്ന് കിട്ടും. അടുത്തായിരിക്കും ഫേസ് ഫൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേർസ് ഓഫ് ഇമാജിനറി പാർട്ട് എത്ര 0 ബൈ റിയൽ പാർട്ട് കെ, ദാറ്റ് ഈസ് ഇത്രയും ഡിഗ്രി ആയിരിക്കും, ഇത്രയായിരിക്കും വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ഫേസ് ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി. ഇനി എന്തായിരിക്കും വരിക, സ്ലോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ഡി എം ബൈ നമുക്ക് എം നമുക്കറിയാം, ഡി എം ബൈ ഡി ഓഫ് ലോഗ് ഒമേഗ അല്ലെ, ഡി ഓഫ് ലോഗ് ഒമേഗ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്തായിരിക്കും കോൺസ്റ്റന്റ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് ബോഡി പ്ലോട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക, സെബിലോ ഗ്രാഫിൽ ഇറ്റ് ഈസ് ഒമേഗ, ഐ എം ടേക്കിംഗ് ദിസ് വാല്യൂ 0.1 ആൻഡ് ഇറ്റ് ഈസ് 10 അല്ലെ, 10 അങ്ങനെ പോകും. നമുക്ക് ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ ഫസ്റ്റ് കേസ് നമുക്ക് 20 ലോഗ് കെ, വെൻ 20 ലോഗ് കെ ഈസ് ഈക്വൽ ടു 0.1 കൊടുക്കുമ്പോൾ സംഭവിക്കും, വെൻ കെ ഈസ് ഈക്വൽ ടു 0.1 കൊടുക്കുമ്പോൾ 20 ലോഗ് 0.1 വരും അല്ലെ, 20 ലോഗ് 0.1 വരുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു -20 വരും അല്ലെ. therefore ഇവിടെ ആയിരിക്കും വരിക, സോ ദിസ് ഈസ് സംവെയർ ഹിയർ -20 അല്ലെ, ഇറ്റ് ഈസ് -20, ദാറ്റ് ഈസ് -20 ഡെസിബിൾസ്. അടുത്തത് k is equal to 1 കൊടുക്കുമ്പോൾ സംഭവിക്കും, when k is equal to 1 that is therefore magnitude becomes m is equal to 20 log 1 that is equal to 0, that is here k is equal to 1, here k is less than 1 അല്ലേ, here k is less than 1 when k greater than 1, for example I am taking when k greater than 1 that is equal to 20 log 10 എന്ന് പറയുമ്പോഴത്തേക്ക് 10 1 ആണ്, therefore that is equal to 20. അപ്പോൾ എന്ത് കിട്ടും, when k greater than 1 ആയപ്പോഴത്തേക്ക് therefore 20 decibels കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇവിടെ നമ്മൾ g of h is equal to k എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുത്തിട്ട് അല്ലെ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ എടുത്തിട്ട് ഒപ്പമുള്ള ഫംഗ്ഷൻ എടുത്തിട്ട് ഞാൻ ബോഡി പ്ലോട്ട് എടുത്ത സമയത്ത് എനിക്ക് എന്തായിരിക്കും വരിക, സ്ലോപ്പ് ഇവിടുത്തെ സ്ലോപ്പ് എന്തായിരിക്കും, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് എന്തായിരിക്കും സ്റ്റാർട്ടിംഗ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും സ്റ്റാർട്ടിംഗ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. സോ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. when g of h is equal to k എന്തായിരിക്കും വരിക, സ്റ്റാർട്ടിംഗ് ഓഫ് അല്ലെ, സ്റ്റാർട്ടിംഗ് ഓഫ് എന്തായിരിക്കും മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട്, സ്റ്റാർട്ടിംഗ് ഓഫ് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ അല്ലെ, സ്ട്രെയിറ്റ് ലൈൻ. കാര്യം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളല്ല, നമ്മൾ പറഞ്ഞ 4 സ്റ്റെപ്പ് ഞാൻ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയത് ഇതായിരിക്കും, സ്റ്റാർട്ടിംഗ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വയ്ക്കുക, സ്ട്രെയിറ്റ് ലൈൻ ഫോർ എ ആർക്കാ, ഫോർ എ കോൺസ്റ്റന്റ് അല്ലേ, ഫോർ എ കോൺസ്റ്റന്റ്. ഇവിടുത്തെ ട്രാൻസ്ഫർ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ജി ഓഫ് എച്ച് എന്ന് പറയുമ്പോൾ കെ അല്ലേ, അപ്പോൾ ഫോർ എ കോൺസ്റ്റന്റ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, സ്റ്റാർട്ടിംഗ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. സോ ഇത് നമ്മളൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ദ ഒബ്സർവേഷൻ. സോ നോട്ട് ആയിട്ട് നമുക്ക് എഴുതിക്കോളൂ. സോ നോട്ട് സ്റ്റാർട്ടിംഗ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട്, സ്റ്റാർട്ടിംഗ് ഓഫ് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഫോർ എ കോൺസ്റ്റന്റ് അല്ലേ, ഫോർ എ കോൺസ്റ്റന്റ്. ഇവിടുത്തെ കോൺസ്റ്റന്റ് അതാണ് നമ്മൾ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ g of h is equal to ഇതായിരിക്കും k, ഫോർ എ കോൺസ്റ്റന്റ് ഈസ് ഇതായിരിക്കും വരിക, ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. ഈ ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വയ്ക്കാം. ഈ അടുത്ത് നോക്കിയോ, ഇപ്പൊ നമ്മൾ g of h is equal to വേറെ ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. ഇഫ് ഐ ആം സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് g of h is equal to 1/s ആണെങ്കിൽ അതിന്റെ ബോഡി പ്ലോട്ട് അങ്ങനെ ആയിരിക്കും വരിക. ഇതായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ഫസ്റ്റ് സ്റ്റെപ്പ് s is equal to j omega സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ദാറ്റ് ഈസ് ഈക്വൽ ടു g of h is equal to 1/j omega അല്ലെ, 1/j omega. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 20 log 1 divided by omega അല്ലെ, റൂട്ട് ഓഫ് 0 square plus omega square 120 log 1/omega that is equal to -20 log omega decibels കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടി. പൈ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, പൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ബി, ബി എത്ര ഒമേഗ അല്ലെ, ഒമേഗ ബൈ എ എത്ര 0, ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1/0 ഇൻഫിനിറ്റി ദാറ്റ് ഈസ് -90 അല്ലെ, -90 കിട്ടുന്നുണ്ട്. സ്ലോപ്പ് എങ്ങനെ ആയിരിക്കും വരിക, therefore സ്ലോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഇത് m ആണ്, therefore സ്ലോപ്പ് ഈസ് ഈക്വൽ ടു dm ബൈ d log ഒമേഗ അല്ലെ, d log ഒമേഗ, വിത്ത് റെസ്പെക്ട് log ഒമേഗ നോക്കുമ്പോഴത്തേക്ക് എന്താ, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -20 നമുക്ക് കിട്ടും അല്ലെ. വിത്ത് റെസ്പെക്ട് ടു അത് എമ്മിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് log ഒമേഗ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് -20 ഒമേഗ. നമ്മൾ മാഗ്നിറ്റ്യൂഡ് പല വാല്യൂസ് കൊടുക്കുകയാണ്, എന്തായിരിക്കും വരിക, ഒമേഗ ഈസ് ഈക്വൽ ടു 0.1. അങ്ങനെ ബോഡി പ്ലോട്ട് വരച്ച് നോക്കാം, എങ്ങനെ ആയിരിക്കും വരിക, ഇറ്റ് ഈസ് ഒമേഗ. വെൻ ഒമേഗ ഈസ് ഈക്വൽ ടു 0.1 കൊടുക്കുമ്പോൾ സംഭവിക്കും, ഒമേഗ ഈസ് ഈക്വൽ ടു 0.1, therefore മാഗ്നിറ്റ്യൂഡ് m ഈസ് ഈക്വൽ ടു -20 log 0.1 that is equal to എത്ര വരും, -20 log 0.1 that is equal to 20 കിട്ടും അല്ലെ, 20 decibels. അപ്പം when ഇത് 0.1 ആയപ്പോഴത്തേക്ക് 0.1
അല്ലെ? Suppose this is 0.1, then I am getting the magnitude as 20. അടുത്തതായിരിക്കും വരിക. പിന്നെ omega is equal to 1. Omega is equal to 1 കൊടുക്കുമ്പോഴത്തേക്ക് എന്താ minus 20 log 1 0. Therefore m is equal to 0. Omega is equal to 1 കൊടുക്കുമ്പോൾ m is equal to 0 അല്ലെ? Then omega is equal to 10 കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? Therefore minus 20 log 10, that is equal to minus 20 വരും അല്ലെ? Therefore here it is minus 20. Here it is minus 20. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോ ദിസ് ഈസ് ദ അവർ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്താ മനസ്സിലാക്കാനുള്ളത്? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇവിടെ നമ്മൾ എന്താ അറിയുക? ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും? ഇറ്റ് ഈസ് എ സ്ലാന്റിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഇറ്റ് ഈസ് എ സ്ലാന്റിംഗ് കർവ് നമുക്ക് പറയാൻ പറ്റും. ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് ഓർത്ത് വയ്ക്കുക. കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇത്രയും പോയിന്റ്സ് ഒക്കെ നമ്മൾ ഓർത്ത് വെക്കുക. ഈ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ചിലപ്പോൾ നമുക്ക് എക്സാമിനർ ചോദിക്കാം, ഇതായിരിക്കും 1/s+2 സ്ലോപ്പ് എത്ര ആയിരിക്കും വരിക? ഇതൊരു പോളാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്താ ചെയ്യാം? ഇറ്റ് ഈസ് -20 അല്ലെ? 1/s+2 ദ ഹോൾ സ്ക്വയർ, ഇതിന്റെ സ്ലോപ്പ് എത്ര ആയിരിക്കും വരിക? ഇറ്റ് ഈസ് -40. അടുത്തത് s സ്ക്വയറിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഇറ്റ് ഈസ് 0 ആണ്. അപ്പൊ അതായിരിക്കും വരിക ഇറ്റ് ഈസ് +40. s³ ആകുമ്പോഴത്തേക്ക് എന്താ? s³ സ്ലോപ്പ് ഈസ് +60 വരും അല്ലെ? 1/s³ എന്തായിരിക്കും വരിക? 1/s³ ഇറ്റ് ഈസ് അഗെയിൻ 0, സോറി പോൾ അല്ലെ? ഇറ്റ് ഈസ് -60 പ്ലസ്. അപ്പം ഇങ്ങനെ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് അല്ലെ? ഇറ്റ് ഈസ് സ്ലോപ്പ്. സോ ഇങ്ങനെയൊക്കെ ഈ ബോഡി പ്രോഡക്റ്റ് ബന്ധപ്പെട്ട് കാര്യം UPSC എക്സാം ഒക്കെ ആണെങ്കിൽ നമുക്ക് ബോഡി പ്രോഡക്റ്റ് വരയ്ക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ട് ഇത് ഏതിന്റെ ബോഡി പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് PSC എക്സാംസിനൊന്നും ഇതുവരെയ്ക്കും നമുക്ക് ചോദിച്ച് കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് നമുക്ക് ബോഡി പ്ലോട്ട് നമുക്ക് ഇനി റിവിഷൻ ടൈമിൽ നമുക്ക് നോക്കാം. നമുക്ക് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റം ആണ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റം. ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത് മൂന്നാല് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് എന്തായിരിക്കും? മിനിമം ഫേസ് സിസ്റ്റം. ഫസ്റ്റ് വൺ ഈസ് മിനിമം ഫേസ് സിസ്റ്റം. And the second one is all pass system. And the third one is non-minimum phase system. അപ്പോൾ എന്താണ് മിനിമം ഫേസ് സിസ്റ്റം? ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മൂന്ന് സിസ്റ്റവും ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റം ബേസ്ഡ് ഓൺ എന്തിനാണ് കാര്യം? ഈ മൂന്ന് സിസ്റ്റം എന്തായിരിക്കും? ദീസ് ത്രീ സിസ്റ്റംസ് ആർ സ്റ്റേബിൾ ആണ്. അപ്പൊ ഈ സ്റ്റേബിൾ സിസ്റ്റത്തിനാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും? ഇഫ് ആൾ ദ എന്തായിരിക്കും പോൾസ് ആർ ലൈങ് ഓൺ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് ദ എക്സ്പ്ലെയിൻ സിസ്റ്റം ഈസ് സെഡ് ടു ബി സ്റ്റേബിൾ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഈ മിനിമം ഫേസ് സിസ്റ്റം ആണെങ്കിലും ആൾ പാസ് സിസ്റ്റം ആണെങ്കിൽ തന്നെയും നോൺ മിനിമം ഫേസ് സിസ്റ്റം ആണെങ്കിൽ തന്നെയും ഇതിന്റെ എല്ലാത്തിന്റെയും പോൾസ് എവിടെ ആയിരിക്കും? ഓൾ ദ പോൾസ് ഓഫ് ദീസ് ത്രീ സിസ്റ്റംസ് ആർ ലൈങ് ഓൺ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് ദ എക്സ്പ്ലെയിൻ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, അപ്പൊ നമുക്ക് പോൾസിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് സ്റ്റെബിലിറ്റി നമുക്ക് സിസ്റ്റത്തെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് സീറോസ് ആണ്. സോ ഓർത്ത് വെക്കുക, ഹിയർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റം ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് സീറോസ്. Classification based on position of zeros. കാര്യം പോൾസിനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഓൾ ദീസ് ത്രീ സിസ്റ്റംസ് ആർ സ്റ്റേബിൾ ആസ് വി നോ. ഡീഫോൾട്ട് ആയിട്ട് നമുക്കറിയാം. ബിക്കോസ് ഇഫ് ദ സിസ്റ്റം ഈസ് സ്റ്റേബിൾ ഓൾ ദ പോൾസ് ആർ ലൈസ് ഓൺ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് ദ എക്സ്പ്ലെയിൻ. അപ്പോൾ നമുക്ക് പറയാൻ സ്റ്റേബിൾ സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല? നമുക്ക് പോൾസിനെ വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഞാൻ പുതിയൊരു കൺസെപ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യാണ്. സീറോസിനെ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഒരു മിനിമം ഫേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഡെഫിനിഷൻ ഓർത്ത് വയ്ക്കുക. മിനിമം ഫേസ് സിസ്റ്റം നമ്മൾ മുന്നേ പറഞ്ഞു, ബോഡി പ്ലോട്ട് ഇറ്റ് ഈസ് വാലിഡ് ഓൺലി ഫോർ മിനിമം ഫേസ് സിസ്റ്റം. ബോഡി പ്ലോട്ട് ഇറ്റ് ഈസ് വാലിഡ് ഓൺലി ഫോർ മിനിമം ഫേസ് സിസ്റ്റം. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ GH ഈസ് ഈക്വൽ ടു GS ഒരു മിനിമം ഫേസ് സിസ്റ്റം ആണെങ്കിൽ ഈസ് ഈക്വൽ ടു S+1 ഇൻറ്റു S+2 ഡിവൈഡഡ് ബൈ S+3 ഇൻറ്റു S+4. അപ്പൊ നമ്മളിപ്പോ ബോഡി പ്ലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബോഡി പ്ലോട്ടിന്റെ നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നിരിക്കുന്നത് ഈ ഒരു രൂപത്തിലായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവും. കാര്യം എല്ലാം പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് നോക്കിയേ ഇത് നമ്പർ ഓഫ് സീറോസ് പറയുമ്പോഴത്തേക്ക് എന്താ? S ഈസ് ഈക്വൽ ടു -3 -4 0 വരുന്നുണ്ട്. പോൾസ് എത്ര ആയിരിക്കും വരിക? S ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് അല്ലെ? പോൾസ് എത്ര ആയിരിക്കും വരിക? 1 സെക്കൻഡ്. സീറോസ് അല്ലെ? ഫസ്റ്റ് നമുക്ക് നോക്കാം. സീറോസ് പറയുമ്പോഴത്തേക്ക് എത്ര? സീറോസ് ആർ ന്യൂമറേറ്റർ കിടക്കുന്നതാണ് സീറോസ് പറയുന്നത്. സീറോസ് പറയുമ്പോഴത്തേക്ക് എന്താ? S ഈസ് ഈക്വൽ ടു -1 S is equal to -2. പോൾസ് ആരൊക്കെയായിരിക്കും വരിക? ഡിനോമിനേറ്റർ ഉള്ളത് ആരായിരിക്കും? S is equal to -3 S is equal to -4. അപ്പൊ നമുക്ക് പറയാൻ പറ്റും
A system in which all the finite poles and finite zeros must be on the left half of the S-plane. അതിനാണ് നമ്മൾ മിനിമം ഫേസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കി നമ്മൾ പ്ലോട്ട് ചെയ്താൽ നമുക്ക് എങ്ങനെ ആയിരിക്കും കിട്ടുക? S is equal to -1. -1 എന്ന് പറയുന്നത് -1 എന്ന് പറഞ്ഞാൽ 0 അല്ലെ? സീറോസ് ആയ -1 0 അടുത്തായിരിക്കും -2 0 -2 0. പോൾസ് ആയിരിക്കും വരിക? പോൾസ് പറയുമ്പോൾ -3. ഇറ്റ് ഈസ് -3 പോള്. പിന്നെ എന്തായിരിക്കും വരിക? -4 പോള്. അപ്പോൾ ഇത് രണ്ടും പോള്, ഇത് രണ്ടും സീറോസ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ഓൾ ദ പോൾസ് ആൻഡ് സീറോസ് ഓഫ് ദ സിസ്റ്റം ആർ ലൈയിങ് ഓൺ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് ദ S-plane, then it is called a minimum phase system. So the definition നമുക്ക് പറയാൻ പറ്റും. ഇതായിരിക്കും a minimum system phase system in which all the finite poles and finite zero must be on. ഇതായിരിക്കും all the finite zeros and finite poles must be എവിടാ? must be on left half of S-plane അല്ലെ? left ledges of S-plane. Then it is called a minimum phase system. Then it is called a minimum phase system. Important point to remember: Bode plot is valid only for minimum phase system. So our next point is Bode plot is valid only for minimum phase system. So ഈ പോയിന്റ് ഒരുപാട് തവണ നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. Bode plot is valid for options now is valid only for minimum phase system. Okay. നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ് ആണ്. ഇനി നമുക്ക് വരുന്നത് പറഞ്ഞാല് മിനിമം ഫേസ് സിസ്റ്റം കഴിഞ്ഞ് നമുക്ക് വരുന്നത് പറഞ്ഞാല് ആൾ പാസ് സിസ്റ്റം. വാട്ട് ഈസ് ആൾ പാസ് സിസ്റ്റം അല്ലെ? സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഈസ് ഓൾ പാസ് സിസ്റ്റം. all pass system എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. gh is equal to gh all pass system is equal to 1 - s divided by s plus 1. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? സീറോസ് ആരൊക്കെ ആയിരിക്കും വരിക? ന്യൂമറിക്കൽ കിടക്കുന്ന ആളാണ് സീറോ. therefore -s is equal to -1. therefore s is equal to s is equal to 1. ഇവിടെ എന്തായിരിക്കും വരിക? പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര? പോൾ is equal to s plus 1 is equal to 0 and s is equal to -1. അപ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പം 0 എന്ന് പറയുന്നത് ഇതായിരിക്കും 1 അല്ലെ? ഇറ്റ് ഈസ് 0 s is equal to 1 0 അല്ലെ? അടുത്തായിരിക്കും വരെ s is equal to -1 എന്ന് പറയുന്നത് പോൾ ആണ്. ഇറ്റ് ഈസ് -1 is പോൾ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും a system in which all the poles and finite zeros on left hand finite zeros all pass system definition നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. A system in which all the finite poles on left half and all finite zeros on right half in such a way that should be symmetrical with respect to j omega axis. So അതിനാണ് നമ്മൾ എന്ത് പറയാ? all pass system എന്ന് പറയാ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും a system in which all pass system is a system in which all finite poles on left hand side and all finite zeros on and all finite zeros on right hand side in such a way that it should be in such a way that it should be symmetrical with respect to j omega axis. Symmetrical with respect to j omega axis. It is called നമുക്ക് ആൾ പാസ് സിസ്റ്റം നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിയത് നമ്മൾ j omega axis പറയും. ഈ j omega axis നോക്കിയത് s is equal to -1. ഇത് പോൾ എന്ന് പറയുന്നത് s is equal to -1 0 എന്ന് പറയുന്നത് s is equal to 0. both are symmetrical about the j omega axis. അതിനെ നമ്മൾ എന്ത് പറയും? ആൾ പാസ് സിസ്റ്റം. ഈ symmetrical with respect to j omega axis നമ്മൾ എന്ത് പറയും? It is called anti symmetric എന്ന് പറയും. It is called anti symmetric എന്ന് പറയുന്നത്. രണ്ട് ഒബ്സർവേഷൻ, രണ്ട് പോയിന്റ്സ് നമ്മൾ എഴുതുക. എന്തായിരിക്കും വരിക? ഒന്നാമത്തെ പോയിന്റ്, all pass system magnitude is always 1. All pass system magnitude always 1. Second point, phase angle varies from 0 to -180 degree. 0 degree to -180. So ഈ പോയിന്റ്സ് നമ്മൾ ഓർത്ത് വയ്ക്കുക. Next we get non-minimal phase system. Next is non-minimal phase system.
നോൺ മിനിമൽ ഫേസ് എന്താ പറയാ നമുക്ക് ഡെഫിനിഷൻ നമുക്ക് എഴുതാം. എ സിസ്റ്റം ഇൻ വിച്ച് ഓൾ ഫൈനൈറ്റ് പോൾസ്, എ സിസ്റ്റം ഇൻ വിച്ച് all finite poles and all finite zeros and all finite zeros lie on left hand LHS of S plane, lie on LHS of S plane, but at least one finite zero, but at least one finite zero must be on the RHS side, must be on the right hand side. It is called non-minimal phase system. For example, G of H, non-minimal phase system. Example that is equal to S plus 1 divided by S plus 2 into S plus 3. S plus 2 into S plus 3. അപ്പം സീറോസ് എന്നായിരിക്കും വരിക 0 S is equal to -1, ഫോൾസ് എന്നായിരിക്കും വരിക S is equal to -2, -3. നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും നമുക്ക്? ഇത് റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് സീറോസ് വരുന്നത് അതായിരിക്കും -1, പോള് -2, -3. ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? സിസ്റ്റം ഇൻ വിച്ച് ആൾ ഫൈനൈറ്റ് പോൾസ് ആൻഡ് ഫൈനൈറ്റ് സീറോസ് ലൈ ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് ഓഫ് ദ പ്ലെയിൻ, ബട്ട് അറ്റ്ലീസ്റ്റ് അല്ലെ but at least one finite zero, it's very important, but at least one finite zero must be on the right half of the plane. The system is called non-minimal phase system. So here points definitions ഓർത്ത് വയ്ക്കുക. definitions ഒക്കെ അതേപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, the type number of the control system is given by type number എന്ന് പറയുമ്പോൾ number of poles at the origin, അതിനാണ് നമ്മൾ type number എന്ന് പറയുന്നത്. therefore തന്നിരിക്കുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ g of s is equal to k into s plus 2 divided by s into s square plus 2s plus 3. number of poles at the origin എന്താ 1 ആണ് അല്ലേ? so that is s ന്റെ പവർ എന്താ? ഒറിജിൻ ഉള്ള പോൾസിന്റെ എണ്ണം 1. therefore ഇതായിരിക്കും വരിക, നമുക്ക് പറയാൻ പറ്റും the type number is 1 ആണ്. okay, an open loop transfer function, so an open loop system is represented by the transfer function g of s is equal to, so പറഞ്ഞേക്കുന്നത് g of s is equal to s minus 1 divided by s plus 2 into s plus 3 is സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ വെച്ചിരിക്കുന്നത് മിനിമം ആണോ, നമ്മളിപ്പോ പറഞ്ഞത് മിനിമം ആണോ നോൺ മിനിമം ആണോ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. എന്തായിരിക്കും സീറോസ് പറഞ്ഞാൽ എന്തായിരിക്കും? സീറോസ് s is equal to 1 വരുന്നുണ്ട്, പോൾ എത്ര? s is equal to -2 -3. പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് j omega axis ഇത് റൈറ്റ് ഹാൻഡ് സൈഡിൽ s is equal to നമ്മളെ സീറോസ് എന്ന് പറയുന്നത് s is equal to 1 വരുന്നുണ്ട്, പോൾസ് -2 -3 വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാം നോൺ മിനിമം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഓൾ ദ പോൾസ് ആൻഡ് സീറോസ് ഷുഡ് ബി ലൈ ഓൺ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് ദ പ്ലെയിൻ ആണ് അല്ലെ? ബോത്ത് എ ആൻഡ് ബി വരത്തില്ല. ഇറ്റ് ഈസ് മിനിമം ഫേസ് സിസ്റ്റം. മിനിമം ഫേസ് സിസ്റ്റം നമ്മൾ പഠിച്ചു. ഓൾ ദ ഫൈനൈറ്റ് പോൾസ് ആൻഡ് zeros are lie on the left hand side except but at least one zero should be lie on the right hand side of the plane. Then it is called എന്തായിരിക്കും? non minimal, sorry, it is called non minimal phase system അല്ലെ? അപ്പം ഓപ്ഷൻസ് ഒന്നുകൂടെ നമുക്ക് ക്ലിയർ ചെയ്യാം. ഇറ്റ് ഈസ് നോൺ മിനിമൽ ഫേസ് സിസ്റ്റം. മിനിമൽ ഫേസ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? മിനിമൽ ഫേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓൾ ദ പോൾസ് ആൻഡ് സീറോസ് ആർ ലൈസ് ഓൺ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് ദ സ്പ്രെഡ് ഇസ് കാൾഡ് മിനിമൽ ഫേസ് സിസ്റ്റം. മിനിമൽ ഫേസ് സിസ്റ്റം ബോഡി പ്ലോട്ട് ഈസ് വാലിഡ് ഓൺലി ഫോർ മിനിമൽ ഫേസ് സിസ്റ്റം ആണ് നമ്മൾ പഠിച്ചു. ഈ ഒരു പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക. നോൺ മിനിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? all the poles and all the finite poles and zeros lie on the left half of the plane, but at least one zero should lie on the right half of the plane. It is called non-minimal phase system. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ ബി ആയിരിക്കും നമ്മളുടെ കറക്റ്റ് ആൻസർ ആയിട്ട് തരിക. ഓക്കെ, സോ ഈ പോയിന്റ്സ് ഒക്കെ കണ്ടുപിടിക്കുന്ന രീതി ഓർത്ത് വയ്ക്കുക, വെരി ഇമ്പോർട്ടന്റ് ആണ്. ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ഇഫ് KA is a static error constant, തന്നിരിക്കുന്നത് KA is equal to 50 ആണ്. അങ്ങനെയാണെങ്കിൽ ഡൈനാമിക് എറർ കോൺസ്റ്റന്റ് K2 is equal to എന്തായിരിക്കും വരിക? 1 by KA, that is equal to 1 divided by 50 വരുന്നത് അല്ലേ? that is equal to 1 divided by 50 ആയിരിക്കും നമ്മളുടെ ഡൈനാമിക് എറർ കോൺസ്റ്റന്റ്. കാര്യം ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിക് എറർ കോൺസ്റ്റന്റ് തന്നിട്ട് ഡൈനാമിക് എറർ കോൺസ്റ്റന്റ് പിടിക്കാൻ വേണ്ടി. അപ്പം എന്തായിരിക്കും വരിക? ഡൈനാമിക് എറർ കോൺസ്റ്റന്റ് K2 is equal to 1 divided by static error constant, that is equal to 1 divided by 50 നമുക്ക് എത്ര ആൻസർ? that is equal to 0.02 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഫോർ എ ടൈപ്പ് 1 സിസ്റ്റം വിത്ത് പാരാബോളിക് ഇൻപുട്ട് സ്റ്റഡി സ്റ്റേറ്റ് എറർ ഈസ്, നമ്മൾ ഫോർമുല നമുക്കറിയാമല്ലോ. ഇതാണ് നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് പഠിച്ചിട്ടുണ്ടല്ലോ. എന്തായിരിക്കും? ക്വസ്റ്റ്യൻ ടൈപ്പ് നമ്പർ. ഇഫ് ദ ക്വസ്റ്റ്യൻ ടൈപ്പ് നമ്പർ
question type number greater than question type number greater than input type number. Steady state error ESS is equal to 0 വരും അല്ലേ? If question type number is equal to input type number, steady state error ESS is equal to a constant k. അടുത്തായിരിക്കും വരിക question type number, it is less than input type number, steady state error ESS is equal to infinity നമുക്ക് പറയാൻ പറ്റും. So ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കണക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. For a type 1 system ആയപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യന്റെ ടൈപ്പ് എത്ര 1 ആണ് അല്ലെ? അപ്പം പിന്നെ അതേ കണക്ക് തന്നെ നമുക്ക് 3 ഇൻപുട്ട് ഉള്ളത്. അതൊക്കെ ആയിരിക്കും സ്റ്റെപ്പ് ഉണ്ട്, പിന്നെ അതായിരിക്കും റാമ്പ് ഉണ്ട്, പാരാബോളിക് ഉണ്ട് അല്ലെ? സ്റ്റെപ്പിന്റെ ടൈപ്പ് നമ്പർ 0 ആണ്, റാമ്പിന്റെ 1 ആണ്, പാരാബോളിക്കിന്റെ 2 ആണ് അല്ലെ? അപ്പൊ തന്നിരിക്കുന്നതിനകത്ത് ടൈപ്പ് 1 ക്വസ്റ്റ്യന്റെ ടൈപ്പ് 1 സിസ്റ്റം 1 വിത്ത് പാരാബോളിക് ഇൻപുട്ട് ആയപ്പോൾ പാരാബോളിക് ഇൻപുട്ട് ടൈപ്പ് നമ്പർ 2 ആണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് എറർ ദാറ്റ് ഈസ് 1 ലെസ് ദാൻ 2 ആണ് അല്ലെ? 1 ലെസ് ദാൻ 2 ആകുമ്പോഴത്തേക്ക് എന്താ സ്റ്റഡി സ്റ്റേറ്റ് എറർ ESS is equal to ഇതായിരിക്കും വരിക. ദാറ്റ് ഈസ് മൂന്നാമത്തെ കണ്ടീഷൻ, ESS is equal to ഇൻഫിനിറ്റി ആയിരിക്കും നമുക്ക് വരിക. therefore ESS is equal to ഇൻഫിനിറ്റി വരും. ഓക്കെ, സോ ഇത് നമ്മൾ ആദ്യമേ ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുന്നതാണ്. സോ അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. കാര്യം നമുക്ക് ഇതിനകത്ത് ഫോമിലൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ടൈമിൽ നമുക്ക് ആൻസർ കിട്ടില്ല. സോ അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. ഇതാകുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, നമ്മൾ മുന്നേ പറഞ്ഞ സെയിം മോഡൽ തന്നെയാണ്. കൺസിഡർ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം വിത്ത് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ g of s is equal to g of s is equal to k divided by s into s plus 1 അല്ലെ? അപ്പം ക്വസ്റ്റ്യന്റെ ടൈപ്പ് നമ്പർ എത്ര? therefore ക്വസ്റ്റ്യന്റെ ടൈപ്പ് നമ്പർ s raised to 1 അല്ലെ? ക്വസ്റ്റ്യൻ ടൈപ്പ് നമ്പർ 1. സ്റ്റഡി സ്റ്റേറ്റ് എറർ ഫോർ ഡ്യൂ ടു ദ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലിന്റെ ടൈപ്പ് നമ്പർ എത്ര ആയിരിക്കും വരിക? ഇറ്റ് ഈസ് ആൾസോ 1. ദാറ്റ് ഈസ് 1 is equal to 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ്. അപ്പൊ നമുക്ക് ഇനി കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം അല്ലെ? കോൺസ്റ്റന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സ്റ്റഡി സ്റ്റേറ്റ് ഇതെന്തായിരിക്കും? സ്റ്റെപ്പ് ആണ്. സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം ഏതായിരിക്കും വരിക? സ്റ്റഡി സ്റ്റേറ്റ് എററിന്റെ ഇക്വേഷൻ എന്താ? ESS is equal to 1/1 plus kV ആണ് സ്റ്റെപ്പ് ആണെങ്കിൽ 1/1 plus kV. kV എന്തായിരിക്കും വരിക? kV is equal to limit s tends to 0 limit s tends to 0 g of s ആണ് അല്ലേ? g of s that is equal to limit s tends to 0 g of s that is equal to limit s tends to 0 g of s എത്ര വന്നിരിക്കുന്നത്? k divided by s into s plus 1 that is equal to limit 0 കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? k by 0 that is equal to 1/0 infinity വരും അല്ലേ? ഇൻഫിനിറ്റി. therefore steady state error ESS is equal to 1 divided by 1 plus infinity. 1 plus infinity is infinity. 1 by infinity is equal to എന്തായിരിക്കും വരിക? therefore answer is 0 ആയിരിക്കും ആൻസർ വരിക. സോ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ വരിക. സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് നമുക്ക് നമ്മളുടെ ആ ഫോമിൽ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കോൺസ്റ്റന്റ് ആണോ എന്ന് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ആ കോൺസ്റ്റന്റ് ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്ക് ആ കോൺസ്റ്റന്റ് വാല്യൂ ആണ് അവർ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എടുക്കുക. അതായിരിക്കും kv എന്ന് പറയുന്നത് വെലോസിറ്റി കോൺസ്റ്റന്റ് പറയുമ്പോഴത്തേക്കും സോറി പൊസിഷൻ കോൺസ്റ്റന്റ് kv അല്ല kp ആണ്. പൊസിഷൻ കോൺസ്റ്റന്റ് kp is equal to എന്തായിരിക്കും വരിക? ലിമിറ്റ് s tends to 0 g of s. വെലോസിറ്റി ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ലിമിറ്റ് s tends to 0 s into g of s. ആക്സലറേഷൻ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ലിമിറ്റ് s tends to 0 s square into g of s. kp വരുന്നത് എപ്പോഴായിരിക്കും വരിക? സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ. kv എപ്പോഴായിരിക്കും? റാമ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ. k എന്തായിരിക്കും വരിക? വെൻ പാരാബോളിക് ഇൻപുട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. സോ ഈ ഒരു പോയിന്റ്സ് ഒക്കെ ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടന്റ് ആണ്. നോൺ മിനിമൽ phase transfer function is defined as നമുക്കറിയാലോ non minimal system in which all the finite poles and zeros are lying on the left half of our spread, but at least one zero must be on the right half of our spread. So option A ആയിരിക്കും correct answer വരിക. So which has at least one zero in the right half of the spline. ആ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ. ആ ഡെഫിനിഷൻ അതേ കണക്ക് തന്നെ നോക്കുക. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. So one of the following system is not correct. Not regarding to root locus ആണ്. root locus used for analyzing stability and correct ആണ്. root locus provide insight information to stability and performance correct ആണ്. shape of the root locus gives idea of the controller correct ആണ്. പക്ഷേ incorrect എന്തായിരിക്കും? root locus can be used to handle more than one variable at a time. It is incorrect ആണ്. നമുക്ക് ചോദിച്ചത് which is not correct ആകുമ്പോൾ നമ്മളുടെ ചോദ്യപ്രകാരം ഇതായിരിക്കും ആൻസർ. root locus can be used to handle more than one variable വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ we have to use for state space analysis ആയിരിക്കും. root locus ചെയ്യാൻ പറ്റത്തില്ല. In this condition, we have to go for state space analysis. Okay. A unity feedback system has a closed loop transfer function g of s is equal to k into e raised to minus s. The stability of the closed loop system depends upon.
എന്തായിരിക്കും നമ്മൾ അതേ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും 1 plus GH is equal to 0. H is equal to unity feedback ആണ്. അപ്പോൾ എന്തായിരിക്കും that is equal to 1 plus k into e raised to minus st is equal to 0 അല്ലേ? k into e raised to minus st that is equal to 1 plus k into e raised to minus st can be written as 1 minus st. പഠിച്ചു വയ്ക്കുക k into 1 minus st is equal to 0. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എന്തായിരിക്കും 1 plus k minus kst is equal to 0 അല്ലേ? അപ്പോൾ എന്തായിരിക്കും therefore kst is equal to kst is equal to 1 plus k അല്ലേ? Therefore st is equal to 1 plus k divided by kt. For a system to be stable, this should be greater than 0. This should be greater than 0 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഇത് വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഈ പോസിറ്റീവ് വരുമ്പോഴത്തേക്ക് എന്താ it will lie in the right അല്ലേ പോസിറ്റീവ് സൈഡ് റൈറ്റ് ഹാഫ് ഓഫ് ദ എക്സ്പ്ലെയിൻ റൈറ്റ് ഹാഫ് ഓഫ് ദ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ ആണ്. therefore നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ്. neither k or t depends upon the stability അല്ലേ? therefore stability neither depends on k or t. so ഓർത്ത് വയ്ക്കുക. One of the most repeated question root locus is used to calculate answer relative stability ആണ്. root locus is used to calculate എന്തായിരിക്കും relative stability is the answer. so ഓർത്ത് വയ്ക്കുക ഈ പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഒരുവിധം നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിന്റെ ആ സിലബസ് നമ്മൾ ഒരുവിധം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആഫ്റ്റർ ദാറ്റ് വി വിൽ ഗോ ഫോർ ദ റിവിഷൻ വൺ ബൈ വൺ. ഈ ടോപ്പിക്സ് എല്ലാം നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യണം. നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക, നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, കുറെ ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഉള്ള സമയം പോലെ ആക്ച്വലി ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെ നമുക്ക് കണ്ടക്ട് ചെയ്യാം. സോ നമുക്ക് നിങ്ങൾ ഇത്രയും നമ്മൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിന്റെ സിലബസിലുള്ള എല്ലാ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ 9 പാർട്ട് വരെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.